നമസ്കാരം. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന കേസിൽ റാപ്പർ വേടന് മുൻകൂർ ജാമ്യം അനുവദിച്ചു. കർശന ഉപാധികളോടെയാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഓരോ കേസിലെയും സാഹചര്യങ്ങൾ വ്യത്യസ്തമാണെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. ഇരുവരും തമ്മിലുള്ള ബന്ധം ഉഭയസമ്മതപ്രകാരമായിരുന്നു എന്ന് കരുതാൻ മതിയായ തെളിവുകളുണ്ടെന്നും പിന്നീട് ബ്രേക്കപ്പായ ശേഷം ആരോപണങ്ങളുമായി മറ്റൊരാളുടെ ഭാവി നശിപ്പിക്കാനുള്ള പ്രവണതയുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു. മുൻകൂർ ജാമ്യം നിഷേധിച്ചാൽ നീതി നിഷേധമാകുമെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. സെപ്റ്റംബർ 9 അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകാനും വേടന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറഞ്ഞിരിക്കുന്നത്. എറണാകുളം തൃക്കാക്കര പോലീസ് ബലാത്സംഗ കുറ്റം ചുമത്തി രജിസ്റ്റർ ചെയ്ത കേസിലെ മുൻകൂർ ജാമ്യ അപേക്ഷയിലാണ് ഇപ്പോൾ വിധി പറഞ്ഞത്. 2021-23 കാലയളവിൽ വിവിധ ഫ്ളാറ്റുകളിൽ വെച്ച് പീഡിപ്പിച്ചുവെന്നാണ് വേടനെതിരായ പരാതി. എന്നാൽ വ്യക്തിഹത്യ ചെയ്യാനാണ് പരാതിക്കാരിയുടെ ശ്രമമെന്നും തനിക്കും മാനേജർക്കും ഭീഷണി സന്ദേശങ്ങൾ ലഭിക്കാറുണ്ട് എന്നുമാണ് വേടന്റെ മറുവാദം. ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ശാരീരിക ബന്ധം എങ്ങനെ ബലാത്സംഗമാകുമെന്നായിരുന്നു പരാതിക്കാരിയോട് ഹൈക്കോടതിയുടെ ചോദ്യം. ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധത്തെ ബലാത്സംഗമായി ചിത്രീകരിക്കരുതെന്നും ഹൈക്കോടതി ആവർത്തിച്ചിരുന്നു. സുപ്രീം കോടതി വിധിയെ പരാതിക്കാരിയുടെ അഭിഭാഷക വ്യക്തമായി മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് ഹൈക്കോടതി ഉയർത്തിയ മറ്റൊരു വിമർശനം.